ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹത്തായ റമദാനിലെ ആദ്യ 10 ദിനരാത്രങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവോടുള്ള പ്രാർത്ഥനകളുടെ പ്രത്യേകതയും അതിൻ്റെ മഹത്വമൊക്കെയാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. സൂറത്ത് അഅറാഫിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രബോധിതരായ ജനങ്ങൾ അഥവാ ഇസ്രായേൽ വംശം അവര് പ്രസ്താവിച്ച ഒരു പ്രസ്താവന ഖുർആനിൽ ഇപ്രകാരമാണ്. അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണമായ ചിന്തയോടെ പറയാൻ കഴിയുക അതൊരു വലിയ ഭാഗ്യമായി. വിശ്വാസ ദൃഢതയുള്ളവർക്കേ ആ വാക്ക് അങ്ങനെ പറയാൻ കഴിയൂ. അൻത വലിയുന, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. അതൊരു വലിയ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇമാം നവവി അലൈഹിർ റഹ്മ ഇത്തരം പ്രയോഗങ്ങളെ മനുഷ്യരുടെ തീരുമാനത്തിൽ നിന്നും അവരുടെ ഹിതത്തിൽ നിന്നും അള്ളാഹുവിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പദമാകുന്നു ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അൻത വലിയുന, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീ ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് ആ വാക്കിൻ്റെ ആശയം. ഫഗ്ഫിർ ലന, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. ഏറ്റവും അധികം ഈ സന്ദർഭത്തിൽ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറാണ്. വർഹംന, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമേ. വ അൻത ഖൈറുൽ ഗാഫിരീൻ, നീയാണ് ഏറ്റവും നന്നായി പൂർണ്ണമായ നിലയിൽ പുറത്തു തരുന്നവൻ. അപ്പൊ പരിപൂർണമായി ജീവിത വിശുദ്ധി കൈവരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ഏറ്റവും വലിയ ഒരു വചനമാണ് വിശുദ്ധ ഖുർആനിലെ ഇത്. അള്ളാഹുവിനെ രക്ഷകനായി തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നു. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസന, അതുകൊണ്ട് ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ എഴുതേണമേ, നന്മ നിജപ്പെടുത്തണം. വഫിൽ ആഖിറ, പരലോകത്തും ഞങ്ങൾക്ക് നന്മ നീ രേഖപ്പെടുത്തണം. ഇന്നാ ഹുദിനാ ഇലൈക്, ഞങ്ങൾ നിന്നിലേക്ക് സന്മാർഗം സ്വീകരിച്ചവരായ അവസ്ഥയിൽ ഞങ്ങൾ നിന്നിലേക്ക് ഇതാ വരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്തരം, ഖാല അദാബി ഉസീബു ബിഹി മൻ അശാ, എൻ്റെ ശിക്ഷ നാം ഉദ്ദേശിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നു, സർവ വസ്തുക്കളെയും. ഫസ അക്തുബുഹ, ആ നന്മ അഥവാ റഹ്മത്ത് നാം നിജപ്പെടുത്തുകയാണ്. ലില്ലദീന യത്തഖൂൻ, തഖ്വയുള്ള ആളുകൾക്ക് വിശിഷ്യ. വയുഅ്തൂന സക്കാത്ത്, സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. വല്ലദീന ഹും ബി ആയാത്തിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനുകൾക്ക് അള്ളാഹു ഈ റഹ്മത്ത്, പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന അതിവിശാലമായ റഹ്മത്ത് ഇത്തരം ആളുകൾക്ക് അള്ളാഹു
നിജപ്പെടുത്തുകയാണ്, എഴുതുകയാണ്, നിർബന്ധമാക്കുകയാണ്. ഈ ആയത്തിന്റെ വിവരണത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഈ സന്ദർഭത്തിൽ ആദ്യത്തെ 10-ലും രണ്ടാമത്തെ 10-ലൊക്കെ വളരെ ഉപയുക്തമായൊരു ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ. അർത്ഥം പറയാതെ നമുക്ക് മനസ്സിലാവും. പടച്ചവനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വിശ്വാസികൾക്കെല്ലാം പുറത്തു കൊടുക്കണം, വിശ്വാസിനികൾക്ക് മുഴുവനും പുറത്തു കൊടുക്കണം. ഇപ്പൊ നമ്മളിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഉമ്മത്ത് എന്ന നിലയിൽ നബിയുടെ അനുചരർ എന്ന അർത്ഥത്തിൽ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനുകളെയും ഈ പദം ഉൾക്കൊള്ളുന്നു, എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു. വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മുഴുവൻ മുസ്ലിമുകൾക്കും. അതിലാരാണ് ശരിയായ മുസ്ലിം, ആരാണ് ശരിയായ മുഅ്മിനെന്നൊന്നും കീറി തല പുകഞ്ഞ് ഒന്നും ആലോചിക്കേണ്ടതില്ല. അത് ലോകത്ത് സ്വാഭാവികമായും മുസ്ലിമുകളും മുഅ്മിനുകളും എന്ന് പരിഗണിക്കപ്പെടുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങളെയാണ്. അത് നബി ഒരു വലിയ ഉദാഹരണത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇമാം മുസ്ലിമില് അദ്ദേഹത്തിന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, മൻ സ്വല്ലാ സ്വലാത്തന. അപ്പൊ അർത്ഥം വേഗം മനസ്സിലാവും. നമ്മുടെ ഈ നമസ്കാരം നമസ്കരിക്കുന്നവർ, വസ്തഖ്ബല ഖിബ്ലത്തന, നമ്മുടെ ഖിബ്ലയായി സ്വീകരിക്കുന്നവർ, വ അക്കല ദബീഹത്തന, നാം അറുത്ത് ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ക്രമത്തിൽ ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സംരക്ഷണം അയാൾക്കുണ്ട്. അപ്പം അയാൾ അത് ചെയ്തോ ഇത് ചെയ്തോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും വിശകലനം നടത്തണ്ടാന്ന്. ഒരു മുസ്ലിമിൻ്റെ സ്വാഭാവികമായ രീതി റസൂലുള്ള തന്നെ വിവരിച്ചതാണ് ആ ഹദീസ്. അത് സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ എല്ലാ മുഅ്മിനുകൾക്കും മുഅ്മിനത്തുകൾക്കും മുസ്ലിമുകൾക്കും മുസ്ലിമത്തുകൾക്കും വ അല്ലിഫ് ബൈന ഖുലൂബിഹിം, ഇവരുടെ ഇടയിൽ നീ ഇണക്കങ്ങൾ ഉണ്ടാക്കണമേ. രഞ്ജിപ്പ്, ഇണക്കം, ഐക്യം, യോജിപ്പ്, ഇടകലരൽ, അംഗീകാരം എന്നൊക്കെയാണ് അല്ലഫ എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ ഈ നിക്കാഹിന്റെ സദസ്സിലൊക്കെ ദുആയിക്കിരിക്കുമ്പോൾ അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈൻ എന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ഈ രണ്ട് ഇണകൾക്കിടയിൽ നീ ഒരു യോജിപ്പ് നൽകണമേ എന്നാണ്. ഇത് രണ്ടും രണ്ടാണ്, യോജിച്ചു പോകാൻ കഴിയും. ആ രണ്ടിലെ ഒന്നിനെ വേറൊന്നാക്കി മാറ്റുമൊന്നും വേണ്ട. യോജിപ്പ് അവർക്ക് ഭിന്നതയിൽ തന്നെ സ്വീകരിക്കാൻ കഴിയും. ആണ് വേറെ പെണ്ണ് വേറെ എന്ന്. അപ്പൊ മുസ്ലിമുകൾ എന്നത് ആദ്യമേ നമ്മൾ പറഞ്ഞു, മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു. അത് ലോകമെമ്പാടും ഉണ്ട്. അവരുടെ ജീവിതത്തിലോ ആചാരത്തിലോ അമലുകളിലോ കർത്തവ്യങ്ങളിലോ കർമ്മങ്ങളിലോ ഒക്കെ ഒരുപാട് സാദൃശ്യ ഭിന്നതകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും യോജിച്ചു പോകാൻ കഴിയും. വ അല്ലിഫ് ബൈന ഖുലൂബിഹിം, അവരുടെ മനസ്സിലാണ് ആ യോജിപ്പ് ഉണ്ടാകേണ്ടത്. വ അസ്ലിഹ് ദാത്ത ബൈനഹും, അവർക്കിടയിൽ നീ സുഹൃതം, ബന്ധം നീ നന്നാക്കി കൊടുക്കണമേ. വൻസുറുഹും, നീ അവരെ സഹായിക്കണം. ആര്? ഈ മാനസിക ഹൃദയപരമായ യോജിപ്പുള്ള അതേ നിലയിൽ തന്നെ അംഗീകാരമുള്ള മുസ്ലിം ലോകത്തെ നീ സഹായിക്കണം. അലാ അദുവ്വിക വ അദുവ്വിഹിം, നിന്റെയും അവരുടെയും ശത്രുവിനെതിരിൽ. നിന്റെ ശത്രുക്കളാണ്, അവരുടെയും ശത്രുക്കളാണ്, അഥവാ ഈ മുഅ്മിനുകളുടെ, അവർക്കെതിരിൽ ഇവരെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ അൽഇൻ കഫറത്ത അഹ്ലൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ നിഷേധികളായവരെ നീ ശപിക്കണമേ. അല്ലദീന യസുദ്ദൂന അൻ സബീലിക്, നിന്റെ മാർഗത്തിൽ നിന്ന് അവരാണ് ലോകത്തെ തടയുന്നത്. ഒരു ശരിയായ കാര്യവും ലോകം കേൾക്കുകയോ കാണുകയോ ചെയ്യില്ല.
അത് അങ്ങനെ ഒരു തീരുമാനമാണ്. അതിനാണ് കോർപ്പറേറ്റ് മാധ്യമം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്കിവിടെ ഇടതുപക്ഷക്കാർ പറയുന്നതുകൊണ്ട് അത്ര വലിയ മനസ്സിലായിട്ടില്ല എന്നെ വരെ. ലോകം ആ ക്രമത്തിലാണ് പോകുന്നത്. ഇസ്ലാമിൻ്റെ നന്മയോ മുസ്ലിം ആരാണെന്നോ ഇസ്ലാമിക സമൂഹം ഈ ലോകത്തിന് എന്ത് അവകാശമുണ്ട് എന്നോ എങ്ങനെയാണ് അവർ ലോകത്തെ കാണുന്നതെന്നോ ഒന്നും ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ 700 കോടി മനുഷ്യരുണ്ട്. അവരിൽ 699 കോടിയെയും കേൾപ്പിക്കുകയോ കാണുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്യാറില്ല. അതിന് നേരെ എതിർവശം ഉണ്ടാവുള്ളൂ. അത് IS ആയിരിക്കും, IS ആയിരിക്കാം, ജയ്ഷെ മുഹമ്മദ് ആയിരിക്കാം, അങ്ങനെ തുടങ്ങി കുറേ പേരുകളുണ്ട്. ഇതൊക്കെയാണ് വലിയ നിലയിൽ ലോകത്തെ അറിയിക്കുന്നത്, നമ്മളെ തന്നെ അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നും ഇതിനോട്. ഇത്ര ക്രൂരരാണോ മുസ്ലിമുകൾ എന്ന് തോന്നുന്നു. അതൊക്കെ നമ്മളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അതുകൊണ്ടാണ് നിന്റെയും അവരുടെയും ശത്രുക്കൾക്കിടയിൽ നീ സഹായിക്കണം. അവര് നിന്റെ മാർഗത്തിൽ നിന്ന് ലോകത്തെ തന്നെ തടയുകയാണ്. വയുകദ്ദിബൂന റുസുലക്, അംബിയ മുർസലുകളെ കളവാക്കുന്നു. മുഹമ്മദ് നബിയെ തേജോവധം ചെയ്യുന്നതിന് ഉപയോഗിച്ച വാക്കുകൾ, നബിക്കെതിരെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നബിക്കെതിരെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ, പ്രവാചകനെതിരെ വിരചിതമായ ലോകഭാഷകളിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്. ആയിരക്കണക്കിന് പുസ്തകം നബിയെ ഇകഴ്ത്തുന്ന എതിർക്കുന്ന നിലയിലുള്ള പുസ്തകം. അത് ഇങ്ങേക്കരയിൽ മലയാളക്കരയിലെ സയ്യിദ് സനാഉല്ല മക്തി തങ്ങളാണ് മുസ്ലിമുകളോടത് പറഞ്ഞതും നബിക്ക് വേണ്ടി നിലകൊണ്ടതും ശബ്ദിച്ചതും. അപ്പോൾ മുസ്ലിമുകൾ ഒന്നടങ്കം അയാളെ കല്ലെറിഞ്ഞു എന്ന് മാത്രമല്ല, അയാൾ കാഫറാണെന്ന് വരെയും പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും പുരോഹിതന്മാരും അദ്ദേഹത്തിനെതിരിലായിരുന്നു. ഞാൻ അങ്ങോട്ട് വരികയല്ല. അപ്പോൾ ആ നിലയിലാണ് നബിക്കെതിരെ. അപ്പോൾ അതുകൊണ്ട് നബിയെ കളവാക്കുന്നവർ വയുക്കാത്തിലൂന ഔലിയാക്ക്, നിന്റെ ഔലിയാകളോട് അവർ യുദ്ധം പ്രഖ്യാപിക്കുന്നു. നിന്റെ സ്നേഹിതർ, മിത്രങ്ങൾ, നീ അംഗീകരിച്ച നിന്റെ അനുയായികൾ. അല്ലാഹുമ്മ ഖാലിഫ് ബൈന കലിമത്തിഹിം, അവർക്കിടയിൽ നീ ഭിന്നതയുണ്ടാക്കണം. യോജിപ്പ് വന്നാൽ ശക്തി അവിടെ കൂടും. വസൽസിൽ അഖ്ദാമഹും, അവരുടെ കാൽപാദങ്ങളെ നീ ചലിപ്പിക്കണം. വഅൻസിൽ ബിഹിം ബഅസക, നിന്റെ ശിക്ഷ അവരിൽ വരണം. അല്ലദീല തറുദ്ദു അനിൽ ഖൗമിൽ മുജ്രിമീൻ, അക്രമകാരികളെ ശിക്ഷിക്കുന്ന ശിക്ഷ തടയപ്പെടുന്നതല്ല. ആ ശിക്ഷയിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഈ ദുആ ഹറമിലെ ഇമാം ഇപ്പം ഈ റമളാനിലെ തറാവീഹിലൊക്കെ എല്ലാ ദിവസവും തന്നെ ദുആയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ദുആയാണ്. അത് അവരുടെ കുനൂത്തിലെ ഒരു കുനൂത്തുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് പാപമോചനത്തിൻ്റെ മറ്റ് ഇതര നന്മകളുടെയൊക്കെ ചോദിക്കുന്ന ദുആയിൻ്റെ സമയമായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ദുആയാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ആയത്താകട്ടെ സൂറത്ത് അഅറാഫിൽ വന്ന ഒരു ആയത്തുമാണ്. അപ്പോൾ മുസ്ലിമുകൾ എന്ന നിലയിൽ എല്ലാ ഭിന്നതയും അങ്ങനെ തന്നെ നിലനിൽക്കെ ഇടകലരാനും ഹൃദയ ബന്ധം സ്ഥാപിക്കാനും ഐക്യം സ്ഥാപിക്കാനും യോജിപ്പുണ്ടാക്കി തീർക്കുന്നതിനും ശ്രമിക്കൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നിർബന്ധവും അത് മറുഭാഗത്ത് ശത്രുക്കളുടെ ഭാഗത്ത് ഭീതി ജനിപ്പിക്കുന്നതുമാണ്. ആ ഭീതി ജനിപ്പിക്കാൻ നമ്മളുടെ ഈ പ്രവൃത്തിക്ക് മാത്രമേ കഴിയൂ എന്ന് ഏതാണ്ട് ഇപ്പം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അത് അങ്ങനെയാണത് മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മെ ഈ മഹത്തായ വിശുദ്ധമായ നാളുകളിൽ അവൻ്റെ കിതാബും റസൂലിൻ്റെ റിസാലത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ മഹത്വവും അനുഗ്രഹവും ലഭിക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.